Welcome to Blessing Today. ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് സ്വാഗതം. And today the Lord is going to do something great in your life. ദൈവം ഇന്ന് എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ So പോകുകയാണ്. stay with great expectancy. അതുകൊണ്ട് വലിയ പ്രതീക്ഷയോടുകൂടെ കാത്തിരിക്കുക. Be filled with hope. അതുപോലെ തന്നെ പ്രത്യാശയാൽ നിറയുക. Our God is a big God. നമ്മുടെ ദൈവം വലിയവനായ ദൈവമാണ്. And thank you so much for all the prayer requests that you send, the praise reports, the comments that you have been sending. അതുമാത്രമല്ല എല്ലാ പ്രൈസ് റിപ്പോർട്ടിനും എല്ലാ കമന്റുകൾക്കും എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങൾക്കും അയച്ചു തന്നതിന് പ്രത്യേകമായി നന്ദി. Let's pray for today's sponsors. ഇന്നത്തെ സ്പോൺസറിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആദ്യത്തെ നമ്മുടെ സ്പോൺസർ ഗുജറാത്തിൽ നിന്ന് അനന്തുവാണ്. അനന്തുവിന്റെ ജന്മദിനമാണ്. Oh, happy birthday, Anantu. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് അങ്ങേ സ്തുതിക്കുന്നു. ജോലി കൊടുത്തല്ലോ കർത്താവെ, ഞങ്ങൾ അതിന് അങ്ങയുടെ നാമത്തെ ഉയർത്തുന്നു. അനന്തുവിനും സുഹൃത്ത് അമലിനും കർത്താവെ കാനഡയിൽ പോകുന്നതിന് മുമ്പുള്ള എക്സാമിൽ ഉന്നത വിജയം ലഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനന്തുവിൻ്റെ മനസ്സിനെ നിയന്ത്രിക്കുവാനുള്ള ദൈവകൃപയുണ്ടാകുവാൻ വേണ്ടി കൂടെ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു കർത്താവ്. രണ്ടാമത്തെ നമ്മുടെ സ്പോൺസർ എന്നുള്ളത് കുവൈറ്റിൽ നിന്ന് ഒരു വെൽവിഷറാണ്. ഇന്ന് അവരുടെ മകളുടെ 7ാമത്തെ ജന്മദിനമാണ്. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് മകളെ അനുഗ്രഹിക്കുന്നു. മകളുടെ അലർജി പൂർണ്ണമായി സൗഖ്യമാകട്ടെ. 2 മക്കളുടെ നല്ല ആരോഗ്യത്തിനും അനുഗ്രഹിക്കപ്പെട്ട ഭാവിക്കുമായി വേണ്ടി കൂടെ ഞങ്ങളിപ്പോൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അടുത്ത നമ്മുടെ സ്പോൺസേഴ്സ് എന്നുള്ളത് തിരുവനന്തപുരം ബ്ലെസ്സിംഗ് സെന്ററിൽ നിന്ന് വണ്ടർ കിഡ്സ് ആൻഡ് യൂത്ത്സ് ആണ് ഇന്നത് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. Wonder Kids. Yes. That is wonderful. And youths. Great youths also. Congratulations. Yes. അപ്പോൾ തന്നെ അദ്വൈത, അഥർവ്, സായുജ്, സൈന, കീർത്തന ഇവരെല്ലാം അതിനകത്ത് ചേർന്നിട്ടുണ്ട്. ഇന്ന് അഥർവിൻ്റെയും അതുപോലെ തന്നെ സായുജിൻ്റെയും സയനയുടെയും ഒക്കെ ജന്മദിനമാണ് ഈ ദിവസങ്ങളിൽ. God bless you all and happy birthday to you all. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് ഇവരെ അനുഗ്രഹിക്കുന്നു. ആത്മീയമായി വളരുവാനും നല്ല ആരോഗ്യത്തിനും നല്ല വിദ്യാഭ്യാസത്തിനുമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവനന്തപുരം ബ്ലെസ്സിംഗ് സെന്ററിലെ എല്ലാ വണ്ടർ കിഡ്സിൻ്റെയും യുവജനങ്ങളുടെയും ആത്മീക ഉണർവിനും അനുഗ്രഹത്തിനായി വേണ്ടി കൂടെ ഞങ്ങളിപ്പോൾ ചേർന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. Amen. Amen. Thank you so much all sponsors. എല്ലാ സ്പോൺസേഴ്സിനോടുമുള്ള പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. And we're going to worship the Lord together. നമ്മൾ ഒരുമിച്ച് ചേർന്ന് കർത്താവിനെ ഇപ്പോൾ ആരാധിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഇന്ന് രാവിലെ നമുക്ക് ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ അറിയാം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അമ്മ മറന്നാലും നമ്മളെ മറന്നു കളയാത്ത ആ ദൈവത്തിൻ്റെ സ്നേഹം, അത് പെട്ടെന്നൊന്നും നമുക്ക് മനസ്സിലാകത്തില്ല. ഹല്ലേലൂയ. അത്രയ്ക്കധികം യേശു കർത്താവ് നമ്മെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നു. ഇന്ന് രാവിലെ നമുക്ക് ഒരുമിച്ച് പാടി ആ നല്ല ദൈവത്തെ ആരാധിക്കാം. സ്തുതികളിലുന്നതനേ, സ്തുതി സ്തുതി എൻ മനമേ, സ്തുതികളിലുന്നതനേ. നാഥൻ നാൾ തോറും ചെയ്ത നന്മകളെ ഓർത്തു പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. സ്തുതി 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 എൻ മനമേ, സ്തുതികളിലുന്നതനേ. സ്തുതി 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 എൻ മനമേ, സ്തുതികളിലുന്നതനേ. നാഥൻ നാൾ തോറും ചെയ്ത നന്മകളെ ഓർത്തു പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. അമ്മയെ പോലെ അമ്മയെ പോലെ താരൻ താലോലിച്ചണച്ചിടുന്നു, അമ്മയെ പോലെ താരൻ താലോലിച്ചണച്ചിടുന്നു. സമാധാനമായി കിടന്നുറങ്ങാൻ തന്റെ മാറിൽ ദിനം ദിനമായി, തന്റെ മാറിൽ ദിനം ദിനമായി. സ്തുതി 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 എൻ മനമേ, സ്തുതികളിലുന്നതനേ, സ്തുതി സ്തുതി
സ്തുതി എൻ മനമേ, സ്തുതികളിലുന്നതനേ. നാഥൻ നാൾ തോറും ചെയ്ത നന്മകളെ ഓർത്തു പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. കഷ്ടങ്ങളേറിടിലും എനിക്കേറ്റം അടുത്ത തുണയായി, കഷ്ടങ്ങളേറിടിലും എനിക്കേറ്റം അടുത്ത തുണയായി. ഘോരവൈരിയിൻ നടുവിലവൻ മേശ നമുക്കൊരുക്കിയല്ലോ, മേശ നമുക്കൊരുക്കിയല്ലോ. സ്തുതി 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 എൻ മനമേ, സ്തുതികളിലുന്നതനേ. സ്തുതി സ്തുതി എൻ മനമേ, സ്തുതികളിലുന്നതനേ. നാഥൻ നാൾ തോറും ചെയ്ത നന്മകളെ ഓർത്തു പാടുക നീ എന്നും മനമേ, പാടുക നീ. ഒരിക്കൽ കൂടെ സ്തുതി സ്തുതി എൻ മനമേ, സ്തുതി സ്തുതി എൻ മനമേ, സ്തുതികളിലുന്നതനേ. സ്തുതി സ്തുതി എൻ മനമേ, സ്തുതികളിലുന്നതനേ. നാഥൻ നാൾ തോറും ചെയ്ത നന്മകളെ ഓർത്തു പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. ആമേൻ. ഹല്ലേലൂയ. എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. പ്രാർത്ഥനയോടെ 7 ദിനങ്ങൾ കാൽവറി ക്രൂശോളം നാഥനേറ്റ യാഗത്തെയും 3-ാം നാളിലെ ഉയർപ്പിനെയും ഓർക്കുന്ന ഈ പാഷൻ വീക്ക് ബ്ലെസ്സിംഗ് ടുഡേ ഒരുക്കുന്നു 7 days ഫാസ്റ്റിംഗ് പ്രയർ. അന്ത്യകാല ഉണർവിൽ ആർക്കും കൂച്ചുവിലങ്ങിടുവാൻ കഴിയാതെ, പരിശുദ്ധാത്മാവിനെ ബന്ധിക്കുവാൻ കഴിയാതെ, അപ്പാർട്ട്മെന്റുകളിൽ, ഹോസ്റ്റലുകളിൽ, കൂട്ടങ്ങളിൽ, കൂട്ടായ്മകളിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ നിന്നുപോയി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഇതാ ഞാൻ ജീവിച്ചിരിക്കുന്നു, എന്റെ പ്രവർത്തനം ഞാൻ നിർത്തിവെച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധാത്മാവ് കടന്നു വരുന്ന ദിവസങ്ങളാണ്. മാർച്ച് 29 മുതൽ ഏപ്രിൽ 4 വരെ അഭിഷേക നിറവിൻ്റെ ഈ ദിനങ്ങളിൽ അനുഗ്രഹീത ദേവദാസന്മാരായ പാസ്റ്റർ ഫിന്നി സ്റ്റീഫൻ, പാസ്റ്റർ തോമസ് എബ്രഹാം, പാസ്റ്റർ ജോഷി TJ, പാസ്റ്റർ സാം ടി വർഗീസ്, പാസ്റ്റർ അനീഷ് മനോ സ്റ്റീഫൻ, പാസ്റ്റർ ചാണ്ടി വർഗീസും ആരാധനയെ നയിപ്പാൻ പാസ്റ്റർ രാജേഷ് ഏലപ്പാറ, ബ്രദർ ബ്ലസൻ മേമന എന്നിവരും ചേരുന്നു. ഈ പ്രാർത്ഥനയുടെ തത്സമയ സംരക്ഷണം എല്ലാ ദിവസവും രാത്രി 7 മുതൽ ബ്ലെസ്സിംഗ് ടുഡേ യൂട്യൂബ്, ഫേസ്ബുക്ക് ചാനലുകളിൽ ലഭ്യമാണ്. പ്രാപിക്കാം പ്രാർത്ഥനയോടെ വിടുതലും ദൈവിക അനുഗ്രഹങ്ങളും. ബ്ലെസ്സിംഗ് ടുഡേ 7 day fasting prayer. All right, these days we are thinking about spiritual parenting. ഈ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ആത്മീയ പരിപാലന മാതാപിതാക്കൾ എന്നിവരെ If you കുറിച്ചാണ്. missed any episode, go to Blessing Today YouTube channel, subscribe it and watch all these episodes. നിങ്ങൾക്ക് ഏതെങ്കിലും എപ്പിസോഡുകൾ ഒഴിവായി പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ബ്ലെസ്സിംഗ് ടുഡേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇതിന് മുന്നേയുള്ള എല്ലാ സന്ദേശങ്ങളും കേൾക്കുക. And today I'm going to focus on Jesus as the spiritual parent. ഇന്ന് ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നമ്മുടെ ആത്മീയ പരിപാലകനായ യേശു എന്ന വിഷയത്തെക്കുറിച്ചാണ്. While Jesus was here on earth, he was a spiritual parent to many people. യേശു കർത്താവ് ഈ ഭൂമിയിലായിരുന്ന സമയത്ത് അവൻ ഒത്തിരി പേരുടെയും ആത്മീക പരിപാലനം നടത്തുന്ന വ്യക്തിയായിരുന്നു. Especially he chose 12 disciples and poured out his life,
His wisdom, His knowledge, His expertise, and everything upon them. പ്രധാനമായിട്ടും 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്ത് തൻ്റെ അറിവ്, തൻ്റെ ജ്ഞാനം, തൻ്റെ ശുശ്രൂഷകൾ, തൻ്റെ പ്രതീക്ഷകൾ, തൻ്റെ വിശ്വാസം എല്ലാം താൻ അവരിലേക്ക് പകർന്നു. He taught them, He mentored them in the areas of their spiritual life, married life, then finances. He handled all the different areas of their life and trained them. യേശു കർത്താവ് അവരുടെ ആത്മീക ജീവിതത്തെക്കുറിച്ചും ഭൗതിക ജീവിതത്തിലും സാമ്പത്തിക രംഗത്തിലും അവരുടെ കുടുംബ ജീവിതത്തിലും വേണ്ട ഉപദേശങ്ങളും അതുപോലെ തന്നെ മാർഗദർശനവും ഒക്കെ അവർക്ക് നൽകി. He had a fatherly affection for them. അവരോട് പിതാവിന് തുല്യമായിട്ടുള്ളൊരു ഹൃദയമായിരുന്നു ഉണ്ടായിരുന്നത്. Jesus was their trainer. യേശു കർത്താവ് അവരുടെ പരിശീലകനായിരുന്നു. Jesus was his mentor. യേശു അവരുടെ ഉപദേശകനായിരുന്നു. Jesus was their life coach. അവരുടെ പരിശീലകൻ, ജീവിത പരിശീലകൻ യേശുവായിരുന്നു. Jesus corrected them. യേശു അവരെ തെറ്റിതിരുത്തി. And Jesus sometimes rebuked them. അത് മാത്രമല്ല യേശു ചില സമയങ്ങളിൽ അവരെ ശാസിച്ചു. And Jesus is the perfect model as a spiritual parent for all of us. അത് മാത്രമല്ല യേശു കർത്താവ് നമുക്ക് എല്ലാവർക്കും ഏറ്റവും വലിയ മാതൃകയായി തീർന്നു. How did Jesus become the best spiritual parent in history? ചരിത്രത്തിൽ ഏറ്റവും നന്നായി പരിപാലനം നടത്തിയ വ്യക്തി എന്ന രീതിയിൽ യേശു എങ്ങനെയാണ് മാറ്റപ്പെട്ടത്? Number one, Jesus spent time with his people. ഒന്നാമതായിട്ട് അവൻ ജനങ്ങളുമായിട്ട് സമയം ചിലവഴിച്ചു. Of course, the largest amount of his time was spent with the 12 disciples. തന്റെ ജീവിതത്തിലെ ഏറ്റവും അധികം സമയം താൻ സ്പെൻഡ് ചെയ്തത് ചെലവഴിച്ചത് തന്റെ 12 ശിഷ്യന്മാരോടൊപ്പം. Wherever he went, he took them along. എവിടെയൊക്കെ താൻ പോയോ അവിടെയൊക്കെ താൻ അവരെയും കൊണ്ടുപോയി. He traveled with them. അവരുമായിട്ടൊപ്പം യാത്ര ചെയ്തു. And he ate with them. അവരുമായിട്ട് ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു. He ministered with them. അവരുമായിട്ട് ശുശ്രൂഷിച്ചു. He did everything with them. അവരുമായിട്ട് എല്ലാ കാര്യങ്ങളും അവൻ ചെയ്തു. And through that process he was growing them in the Lord. ആ ഒരു പ്രക്രിയയിലൂടെ അവർ കർത്താവിൽ വളർത്തപ്പെട്ടു. And in between, as far as possible, he started mentoring others also. അതിനിടയിൽ സാധിക്കുന്നത് പോലെ അവൻ മറ്റുള്ളവരെ ഉപദേശിക്കുവാനും ആരംഭിച്ചു. He spent time with different people. വ്യത്യസ്തമായ ആളുകളോടൊപ്പം അവൻ സമയം In ചിലവഴിച്ചു. some houses he stayed with them and taught them. ചില ഭവനങ്ങളിൽ അവൻ താമസിച്ച് അവരെ ഉപദേശിച്ചു. For example, in the house of Zacchaeus, he went and stayed with them. ഉദാഹരണമായിട്ട് സക്കായിയുടെ ഭവനത്തിനകത്ത് അവൻ ചെന്ന് അവിടെ താമസിച്ചു. Maybe we can read that portion now. Luke chapter 19. ഇനിയിപ്പോ നമുക്ക് ആ വചനം വായിക്കാനായിട്ട് സാധിക്കും. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം Verses 1 onwards. അതിന്റെ 1 മുതലുള്ള വചനങ്ങൾ. Jesus entered Jericho and was passing through. A man was there by the name of Zacchaeus. He was a chief tax collector and was wealthy. അവൻ എരിഹോവിലെത്തി കടന്നു പോകുമ്പോൾ ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ സക്കായി എന്നു പേരുള്ള ഒരു മനുഷ്യൻ യേശു എങ്ങനെയുള്ളവൻ എന്ന് കാണുവാൻ ശ്രമിച്ചു. He wanted to see who Jesus was, but because he was short, he could not see over the crowd. എന്നാൽ വളർച്ചയിൽ കുറിയവനാകൊണ്ട് പുരുഷാര നിമിത്തം അവനത് കഴിഞ്ഞില്ല. So he ran ahead and climbed a sycamore fig tree to see him, since Jesus was coming that way. എന്നാറേ അവൻ മുന്നോട്ടോടി അവനെ കാണേണ്ടതിന് ഒരു കാട്ടത്തിന്മേൽ കയറി. യേശു ആ വഴിയായി വരികയായിരുന്നു. When Jesus reached the spot, he looked up and said to him, Zacchaeus, come down immediately. I must stay at your house today. അവൻ ആ സ്ഥലത്ത് എത്തിയപ്പോൾ മേലോട്ട് നോക്കി, സക്കായിയെ വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് അവനോട് പറഞ്ഞു. Actually, Zacchaeus really wanted to see Jesus. That was all. സത്യത്തിൽ സക്കായിക്ക് യേശുവിനെ ഒന്ന് കാണണമായിരുന്നു. That was his life's desire. അതവന്റെ ജീവിതത്തിന്റെ ഒരു ആഗ്രഹമായിരുന്നു. Somehow I want to see Jesus. എനിക്ക് എങ്ങനെയും യേശുവിനൊന്ന് He കാണണം. was a chief tax collector, a very wealthy man. അദ്ദേഹം ചുങ്കക്കാരിൽ പ്രമാണിയായിട്ടുള്ള ഒരു വ്യക്തിയും ധനവാനായിട്ടുള്ള ഒരു And വ്യക്തിയുമായിരുന്നു. because he was a very wealthy man, there was nothing short in his life. അവൻ ധനവാനായിരുന്നു കൊണ്ട് തന്നെ അവന് യാതൊന്നിനൊരു കുറവുമില്ലായിരുന്നു. But he had a desire, a longing to see Jesus. എന്നാൽ യേശുവിനെ കാണണം എന്ന് പറയുന്ന ഒരു വലിയ ആഗ്രഹം അവന്റെ And ഹൃദയത്തിലുണ്ടായി. Jesus knew that. യേശു കർത്താവ് തിരിച്ചറിയുകയും ചെയ്തു. So when Jesus reached that sycamore fig tree, he stood there. He called him by his name
and Jesus offered his stay with him that night. എന്നാൽ യേശു കർത്താവ് അവൻ കയറിയിരുന്ന കാട്ടത്തിയുടെ താഴെയുള്ള സ്ഥലത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ അവൻ മേലോട്ട് നോക്കി അവൻ്റെ പേര് വിളിച്ചു പറഞ്ഞിട്ട് അവൻ്റെ ഭവനത്തിൽ അന്ന് താൻ താമസിക്കും എന്ന് തന്നോട് അരുളി ചെയ്തു. So Zacchaeus was materially blessed. സക്കായിയുടെ ജീവിതം ഭൗതികമായിട്ട് താൻ അനുഗ്രഹിക്കപ്പെട്ടവനായിരുന്നു. Only thing that he wanted was the acceptance and friendship of Jesus. എന്നാൽ തന്റെ ജീവിതത്തിൽ തനിക്ക് ആവശ്യമായിരുന്ന യേശു കർത്താവിന്റെ സ്വീകാര്യതയും അവന്റെ സഖിത്വവുമായിരുന്നു. Maybe you have everything. God has already supplied everything for you. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ ഇത് തന്നെയായിരിക്കാം. ദൈവം നിങ്ങൾക്ക് എല്ലാ ഭൗതിക നന്മകളും തന്നിട്ടുണ്ടായിരിക്കും. But you need a companionship with Jesus. You need the inhabitation of Jesus. എന്നാൽ നിങ്ങൾക്ക് യേശുവുമായിട്ടുള്ള ആ സഖിത്വം, ആ കൂട്ടായ്മ, അവൻ നിങ്ങളുടെ അകത്ത് വാസം ചെയ്യുന്ന അതായിരിക്കാം നിങ്ങൾ ആഗ്രഹിക്കുന്നത്. So always remember, a good spiritual parent will spend time with the spiritual children. എപ്പോഴും മനസ്സിലാക്കുക, നല്ല ആത്മീയ മാതാപിതാക്കൾ, ആത്മീക പരിപാലനം ചെയ്യുന്നവർ തൻ്റെ മക്കളോടൊപ്പം നല്ല സമയം തന്നെ ചെലവഴിക്കും. Secondly, Jesus prayed for people. രണ്ടാമതായിട്ട് യേശു അവർക്കായി പ്രാർത്ഥിച്ചു. So many people, thousands and thousands of people were coming to Jesus to be prayed over. ആയിരക്കണക്കിന് ജനങ്ങൾ യേശുവിന്റെ അടുക്കൽ പ്രാർത്ഥിക്കുവാനായിട്ട് കടന്നു വന്നു. Matthew chapter 19, മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം verse number 13 to 15. അതിന്റെ 13 മുതൽ 15 വരെയുള്ള വചനങ്ങൾ We see there people were coming to Jesus bringing their little children. ഇവിടെ നാം കാണുന്നത് ഒത്തിരി പേർ അവരുടെ കുഞ്ഞുങ്ങളെ യേശുവിന്റെ അടുക്കലേക്ക് കൊണ്ടുവരികയാണ് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്. Maybe some of these little children were a few months old. ഒരുപക്ഷെ ഇതിനകത്തുള്ള ചില ശിശുക്കൾ ചില മാസങ്ങൾ പ്രായമുള്ളവരാകാം. There could be 1-year-olds, 2-year-olds, 3-year-olds, 6-year-olds. അതിൽ ചില ആളുകൾ 1 വയസ്സ്, 2 വയസ്സ്, 6 വയസ്സ് പ്രായപരിധിയിലുള്ള കുഞ്ഞുങ്ങളായിരിക്കാം. But it was the yearning desire of the parents that Jesus may touch them, just touch them. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന മാതാപിതാക്കളുടെ ഹൃദയത്തിൽ ഒരൊറ്റ ആഗ്രഹമായിരുന്നു, യേശു തങ്ങളുടെ മക്കളുടെ മേൽ ഒന്ന് കൈവയ്ക്കണം. And the disciples rebuked the parents. എന്നാൽ അവിടെ ശിഷ്യന്മാരാകട്ടെ ഈ മാതാപിതാക്കളെ ശാസിച്ചു വിടുകയാണ് ഉണ്ടായത്. Because they didn't want the master to be troubled. കാരണം വേറൊന്നുമല്ല, അവരുടെ യജമാനനായി യേശുവിന് ബുദ്ധിമുട്ടുണ്ടാക്കരുത് എന്ന് കരുതിയിട്ടാണ് അത് ചെയ്തത്. If a lot of little children are coming, there'll be a lot of fuss and everything, so they didn't want the atmosphere to be polluted. നിങ്ങൾക്കറിയാമല്ലോ, ഒത്തിരി കുട്ടികൾ ഒരുമിച്ച് കൂടി കഴിയുമ്പോൾ അവിടുത്തെ അന്തരീക്ഷത്തിനൊക്കെ ഒത്തിരി മാറ്റങ്ങൾ വരും. അത്തരത്തിലൊരു അന്തരീക്ഷം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, യേശുവിന് വേണ്ടിയിട്ടാണ് അവരത് വിലക്കിയത്. But Jesus said, let the little children come to me. എന്നാൽ യേശു പറഞ്ഞു നോക്കുക, ശിശുക്കളെ എൻ്റെ അടുക്കൽ വിടുവിൻ, Do not hinder them. അവരെ തടുക്കരുത്. Because the kingdom of heaven belongs to such as these. എന്നാൽ സ്വർഗരാജ്യം ഇങ്ങനെയുള്ളവരുടേതല്ലോ. Then Jesus went on to place his hands on them. അങ്ങനെ അവൻ അവരുടെ മേൽ കൈവച്ച് പിന്നെ അവിടെ നിന്ന് യാത്രയായി. Meaning, whoever came to Jesus for prayer, he prayed. അതിന്റെ അർത്ഥം എങ്ങനെയാണ്? ആരൊക്കെ യേശുവിന്റെ അടുക്കൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വന്നിട്ടുണ്ടോ അവൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. Jesus was praying for thousands and thousands of people. ആയിരക്കണക്കിന് ആളുകൾക്ക് വേണ്ടി യേശു കർത്താവ് പ്രാർത്ഥിച്ചു. So if you want to become a very good spiritual parent, you have to pray for people. ഓർക്കുക, നിങ്ങളൊരു നല്ല ആത്മീയ മാതാപിതാക്കളാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. Start praying for people today. ഇന്നു മുതൽ ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരംഭിക്കുക. Take your prayer diary. നിങ്ങളുടെ പ്രാർത്ഥനാ ഡയറി എടുക്കുക. And there are a few blank pages given at the end. അതിന്റെ ഒടുവിലായിട്ട് കുറച്ച് ബ്ലാങ്ക് പേജസ്, ഒഴിഞ്ഞ പേജുകൾ You can write down the names of people. ജനങ്ങളുടെ പേരുകൾ നിങ്ങൾക്ക് അവിടെ എഴുതുവാൻ സാധിക്കും. One by one, you pick all these names and pray for them. Pray for them. അതിലെ ഓരോ പേരുകൾ എടുത്തു പറഞ്ഞ് അവർക്കായിട്ട് പ്രാർത്ഥിക്കാൻ ആരംഭിക്കുക. So Jesus was a praying person. ഓർക്കുക, യേശു കർത്താവ് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. Number 3, Jesus did care acts for people. മൂന്നാമത്തെ കാര്യം, യേശു കർത്താവ് ജനങ്ങൾക്ക് വേണ്ടി കരുതുന്ന ചില പ്രവൃത്തികൾ ചെയ്തിരുന്നു. So Jesus saw the needs of people. യേശു കർത്താവ് ജനങ്ങളുടെ ആവശ്യത്തെ കണ്ടു. Sometimes they were hungry. ചില സമയത്ത് അവർ വിശന്നു. He gave
gave them food. അപ്പോൾ അവർക്ക് അവൻ ഭക്ഷണം നൽകി. Sometimes in a wedding house they were in short of wine. ചില സമയത്ത് ഒരു കല്യാണ വീട്ടിൽ അവിടെ വീഞ്ഞിന് കുറവുണ്ടായി. Jesus provided wine there. എന്നാൽ യേശു അവിടെ വീഞ്ഞ് അവർക്കായി കരുതി. So many sick people came to him. ഒത്തിരി രോഗികൾ അവന്റെ അടുക്കിലേക്ക് വന്നു. Jesus healed them. യേശു കർത്താവ് അവരെ എല്ലാം സൗഖ്യമാക്കി. And hundreds of demon possessed people came to Jesus. അതുമാത്രമല്ല 100 കണക്കിന് പിശാച് ബാധയേറ്റവരും യേശുവിന്റെ അടുക്കൽ വന്നു. And Jesus set everyone free. യേശു കർത്താവ് അവരെല്ലാം സ്വതന്ത്രരാക്കി. So whatever their need was, Jesus was there as a solution for them. എന്തൊക്കെയായിരുന്നു അവരുടെ ആവശ്യമെങ്കിലും യേശു കർത്താവ് ഒരു പ്രശ്ന പരിഹാരമായിട്ട് അവരുടെ കൂടെ ഉണ്ടായിരുന്നു. Many people came to Jesus as mentally broken, emotionally broken. ഒത്തിരി ആളുകളും മാനസികമായിട്ടും അതുപോലെ വൈകാരികമായിട്ട് തകർക്കപ്പെട്ടവരായിട്ട് യേശുവിന്റെ അടുക്കൽ വന്നു. Some of them were very disappointed, depressed. ചില ആളുകളാകട്ടെ നിരാശയും അതുപോലെ തന്നെ വിഷാദവുമായിട്ടാണ് Some വന്നിട്ടുള്ളത്. of them came to Jesus because their dear ones passed away. ചില ആളുകൾ യേശുവിന്റെ അടുക്കൽ വന്ന് അവരുടെ പ്രിയപ്പെട്ട ആളുകൾ അവരിൽ നിന്ന് വിട്ടുപോയ നിമിത്തമായിട്ടായിരുന്നു. Whatever their need was, Jesus was there as a spiritual parent caring for all the needs of people. അവരുടെ ആവശ്യം എന്ത് തന്നെയാണെങ്കിലും യേശു കർത്താവ് അവരുടെ ആവശ്യങ്ങൾ നിവർത്തിക്കുന്ന ഒരു നല്ല ആത്മീയ പരിപാലനം നടത്തുന്ന വ്യക്തിയായിട്ട് അവരുടെ കൂടെ He ഉണ്ടായിരുന്നു. was a caring personality. അവൻ കരുതുന്ന ഒരു വ്യക്തിത്വത്തിനുടമയായിരുന്നു. So what I'm trying to say is, because Jesus is the perfect example as a spiritual parent, we need to follow his pattern. യേശു കർത്താവ് പരിപാലനത്തിന്റെ കാര്യത്തിൽ ഏറ്റവും നല്ല ഉദാത്തമായ മാതൃകയായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് അവനെ അനുഗമിക്കാൻ സാധിക്കണം. Hallelujah. ഹല്ലേലൂയ. Number 4, Jesus preached and taught people. നാലാമത്തെ കാര്യം, യേശു കർത്താവ് പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു. See, people have two kinds of needs. ജനങ്ങൾക്ക് രണ്ട് തരത്തിലുള്ള ആവശ്യങ്ങളാണുള്ളത്. Number 1, the felt need, the needs that they feel very important. ഒന്നാമത്തെ കാര്യം എന്നുള്ളത് ഭൗതികമായിട്ട് അവർക്ക് ആവശ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ ജനങ്ങൾക്കുണ്ട്. Usually people need money, people need to get healing, people need to get married, people need educational things. So all these felt needs. സാധാരണയായിട്ട് ജനങ്ങൾക്ക് പണത്തിൻ്റെ ആവശ്യമുണ്ട്, അവർക്ക് വിവാഹം കഴിക്കേണ്ടതായിട്ടുണ്ട്, അവർക്ക് ജോലി ലഭിക്കേണ്ടതായിട്ടുണ്ട്, ഇത്തരത്തിലുള്ള കുറേ ആവശ്യങ്ങളുണ്ട്. ഇതിനെയാണ് ഫെൽറ്റ് നീഡ് അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ എന്ന് പറയപ്പെടുന്നത്. But at the same time, the real need, the most important need is eternal life. എന്നാൽ യഥാർത്ഥ ആവശ്യം അല്ലെങ്കിൽ അത്യാവശ്യം എന്ന് പറയുന്നത് അത് നിത്യതയാണ്. So usually what Jesus did was, first he met their felt needs. യേശു കർത്താവ് സാധാരണ ചെയ്തത് എന്താണ്? ആദ്യം അവൻ ചെയ്തത് ജനങ്ങളുടെ ആവശ്യങ്ങൾ, ഭൗതിക ആവശ്യങ്ങൾ നിവൃത്തിയാക്കിയാണ്. But along with that, he started to preach the kingdom of heaven. എന്നാൽ അതിനോടൊപ്പം ദൈവരാജ്യത്തെ കുറിച്ച് അവൻ പ്രസംഗിച്ചു. And he taught people. അവൻ ജനങ്ങളെ പഠിപ്പിച്ചു. And he gave them salvation. അവൻ അവർക്ക് രക്ഷയെ പ്രദാനം ചെയ്തു. For example, once Jesus met the felt need of Zacchaeus, he announced, "Today the salvation has come into this family." ഉദാഹരണമായിട്ട് യേശു കർത്താവ് സക്കായിയുടെ ഭവനത്തിൽ ചെന്ന് അവന്റെ ആ ആവശ്യം നിവൃത്തിയാക്കി കഴിഞ്ഞപ്പോൾ യേശു പറയുകയാണ്, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. Hallelujah. Hallelujah. So Jesus came into this world mainly to provide salvation for all people. യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നതിന്റെ പ്രധാന ലക്ഷ്യം എന്നുള്ളത് എല്ലാ ഭവനക്കാർക്കും അവന്റെ രക്ഷയെ പ്രദാനം ചെയ്യുവാൻ. But usually we don't need salvation. We are short-sighted. We need this thing, this thing, this thing. എന്നാൽ ഇന്ന് പലപ്പോഴും ആളുകൾക്ക് രക്ഷ ആവശ്യമില്ല, പകരം ഹ്രസ്വദൃഷ്ടിക്കാരായിട്ട് ഭൗതിക ആവശ്യങ്ങൾ, ഈ കാര്യങ്ങൾ മാത്രം മതി എന്ന് പറഞ്ഞ് സംതൃപ്തി അടയുകയാണ്. And Jesus came and met their felt needs and also the most important need. യേശു കർത്താവ് വന്ന് അവരുടെ ഭൗതിക ആവശ്യങ്ങൾ, അവരുടെ ഓരോരുത്തരുടെ ഭൗതിക ആവശ്യങ്ങൾ നിർവഹിക്കപ്പെട്ടു. അതിനോടൊപ്പം തന്നെ മോസ്റ്റ് ഫെൽറ്റ് നീഡായിട്ടുള്ള അത്യാവശ്യമായിട്ടുള്ള ആത്മിക ആവശ്യങ്ങളും അവൻ നിവർത്തീകരിച്ചു. Hallelujah. ഹല്ലേലൂയ. Today is Good Friday. ഇന്ന് ദുഃഖവെള്ളിയാഴ്ചയാണ്. And we remember how the Lord loved us, giving his own life on the cross of Calvary. കാൽവരി ക്രൂശിൽ യേശു കർത്താവ് തന്റെ ജീവൻ എപ്രകാരമാണ് നൽകിയത് എന്നുള്ളത് നമ്മൾ ഓർക്കുന്ന ദിവസമാണ്. See, I was just continuing the series, and
Today, in the Good Friday service at 10 o'clock today, we will be meditating on what all things the Lord did for us. ഇന്ന് കർത്താവ് യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി ചെയ്തത് എന്തൊക്കെയാണ് എന്നുള്ളത് തുടർന്നുള്ള ഗുഡ് ഫ്രൈഡേ സർവീസിൽ നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കാൻ പോകും. I encourage all of you to attend today's Good Friday service. എല്ലാ പ്രിയപ്പെട്ടവരും ഇന്നത്തെ ഗുഡ് ഫ്രൈഡേ സർവീസ് അറ്റൻഡ് ചെയ്യണം എന്ന് ഞാൻ നിങ്ങളെ This is ഓർമ്മിപ്പിക്കുന്നു. going to be fantastic. ഇത് വളരെ മനോഹരമായിട്ടുള്ള ഒന്നായിരിക്കും. Today evening at 7 o'clock also we have one more session. ഇന്ന് വൈകുന്നേരം 7 മണിക്ക് നമുക്ക് അടുത്തൊരു സെഷൻ കൂടിയുണ്ട്. And these days the Lord will be dealing with us into our hearts, into our spirits. അത് മാത്രമല്ല ഈ ദിവസങ്ങളിൽ ദൈവം നമ്മുടെ ഹൃദയത്തോട് നമ്മുടെ ജീവിതത്തോട് ചില കാര്യങ്ങൾ ഇടപെടുവാൻ പോകുകയാണ്. One thing I have noticed is during the Good Friday services, I don't know why so many miracles take place. ഒരു കാര്യം എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം ഗുഡ് ഫ്രൈഡേ സർവീസുകളിൽ ഒത്തിരി അത്ഭുതങ്ങൾ സാധാരണ We നടക്കാറുണ്ട്. hear a lot of testimonies, ഒത്തിരി അനുഭവ സാക്ഷ്യങ്ങൾ കേൾക്കാറുണ്ട്. and the presence of God will be such strong, അത് മാത്രമല്ല ദൈവത്തിന്റെ സാന്നിധ്യം അതുപോലെ കനത്തതായിരിക്കും. and you can expect something great today. അത് മാത്രമല്ല എന്തൊക്കെയോ വളരെ വലിയ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാനും സാധിക്കും. Hallelujah. ഹല്ലേലൂയ. Amen. ആമേൻ. And shall we listen to one testimony right now? ഈ സമയത്ത് നമുക്കൊരു ടെസ്റ്റിമണി കേൾക്കാം. This is from Joanne Joseph. Praise the Lord, Pastor. This is Joan Joseph from Navi, Mumbai. So I had sent prayer request to get a good job from college placements. So I got a very good job as a software research analyst, that too a permanent work from home, and a very good package. Yesterday I got the offer letter, and getting such a package during COVID is really a miracle. Praise God. All praise, honor and glory to Christ Jesus. Thank you all for praying for me. That is wonderful. വളരെ മനോഹരമായിട്ടുള്ള സാക്ഷ്യമായി. We are going to pray right now. ഈ സമയത്ത് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ If you പോകുകയാണ്. believe the Lord can do some miracle in your life, stretch forth your hands. നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചില അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുകയാണെന്ന് വിശ്വാസമുണ്ടെങ്കിൽ ഇപ്പോൾ കൈകൾ നീട്ടിപ്പിടിച്ചാലും. Lord Jesus, heal the sick people now. യേശുവേ ഇപ്പോൾ രോഗികളെ അങ്ങ് സൗഖ്യമാക്കണമേ. Somebody who has problems with the esophagus, the Lord is healing. ഈസോഫാഗസ് എന്ന കാര്യവുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളുള്ള വ്യക്തികളെ കർത്താവ് ഇപ്പോൾ In സുഖപ്പെടുത്തുകയാണ്. the name of Jesus, let that person receive instant healing. യേശുവിന്റെ നാമത്തിൽ ആ വ്യക്തി ഇപ്പോൾ പൊടുന്നനെയുള്ള സൗഖ്യം There are some brothers who are struggling to come out of smoking habit. അപ്പോൾ തന്നെ ചില സഹോദരന്മാർ സ്മോക്കിംഗ് പുകവലിയുടെ ശീലത്തിൽ നിന്ന് പുറത്തു വരുവാൻ വളരെയധികം In ബുദ്ധിമുട്ടുകയാണ്. Jesus' name, let such people be set free now in Jesus' name. യേശുവിന്റെ നാമത്തിൽ ആ വ്യക്തികൾ ഇപ്പോൾ പരിപൂർണമായി സ്വാതന്ത്ര്യം പ്രാപിക്കുന്നു. In the name of Jesus, be healed. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. And all kinds of ailments, pains and diseases be healed. എല്ലാ തരത്തിലുള്ള വേദനകൾ, ബുദ്ധിമുട്ടുകൾ, രോഗങ്ങൾ ഇപ്പോൾ തന്നെ ഇവരെ വിട്ട് മാറിപ്പോകട്ടെ. Allergies be healed in Jesus' name. അലർജികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. Thank you, Father. നന്ദി യേശുവേ. Receive your miracle right now. ഈ സമയത്ത് നിങ്ങളുടെ അത്ഭുതങ്ങൾ നടക്കട്ടെ In Jesus' name. യേശുവിന്റെ നാമത്തിൽ. Amen. ആമേൻ. Thank you so much for watching today's episode. ഇന്നത്തെ എപ്പിസോഡ് വീക്ഷിച്ചതിന് പ്രത്യേകമായി നന്ദി. If you think you are blessed by these episodes, you can be a partner or a sponsor of Blessing Today episodes. ഈ എപ്പിസോഡുകൾ നിമിത്തമായിട്ട് നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിന്റെ പാർട്ട്നേഴ്സും സ്പോൺസേഴ്സും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ The സാധിക്കും. details are shown on the screen. ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ. You can call in the prayer line. നിങ്ങൾക്ക് പ്രെയർ ലൈനിൽ വിളിക്കാൻ You'll get സാധിക്കും. more details and they'll be so happy to pray with you. ഒത്തിരി ഡീറ്റെയിൽസ് അവർ നിങ്ങൾക്ക് നൽകും. അത് മാത്രമല്ല നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ അവർ വളരെ സന്തോഷവാന്മാരാണ്. And we can meet tomorrow morning once again during this episode. അത് മാത്രമല്ല നാളെ രാവിലെ വീണ്ടും ഈ എപ്പിസോഡിലൂടെ നമുക്ക് വീണ്ടും God കാണാം. bless you all. Bye-bye. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ബൈ. സ്തുതി സ്തുതി എൻ മനമേ, സ്തുതികളിലുന്നതനേ, നാഥൻ നാൾ തോറും ചെയ്ത നന്മകളെ ഓർത്തു പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. കഷ്ടങ്ങളേറിടിലും
കഷ്ടങ്ങളേറിടിലും എനിക്കേറ്റം അടുത്ത തുണയായി. കഷ്ടങ്ങളേറിടിലും എനിക്കേറ്റം അടുത്ത തുണയായി. ഘോരവൈരിയിൻ നടുവിലവൻ മേശ നമുക്കൊരുക്കിയല്ലോ, മേശ നമുക്കൊരുക്കിയല്ലോ. സ്തുതി 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 എൻ മനമേ, സ്തുതികളിലുന്നതനേ. സ്തുതി സ്തുതി എൻ മനമേ, സ്തുതികളിലുന്നതനേ. നാഥൻ നാൾ തോറും ചെയ്ത നന്മകളെ ഓർത്തു പാടുക നീ എന്നും മനമേ, പാടുക നീ. ഒരിക്കൽ കൂടെ സ്തുതി സ്തുതി എൻ മനമേ, സ്തുതി സ്തുതി എൻ മനമേ, സ്തുതികളിലുന്നതനേ. സ്തുതി സ്തുതി എൻ മനമേ, സ്തുതികളിലുന്നതനേ. നാഥൻ നാൾ തോറും ചെയ്ത നന്മകളെ ഓർത്തു പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. ആമേൻ. ഹല്ലേലൂയ.